നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ അനിതയാണ്. ഒരു സർട്ടിഫൈഡ് ഡയറ്റീഷ്യൻ എന്ന നിലയിലും ലൈഫ് സ്റ്റൈൽ ഡിസീസ് റെമിഷൻ എക്സ്പെർട്ട് എന്ന നിലയിലും കഴിഞ്ഞ കുറേ കാലമായി ഞാൻ ഒരു ദൗത്യത്തിലാണ്. 1,00,000 പ്രമേഹ രോഗികളെയും പ്രീ ഡയബറ്റിക് അവസ്ഥയിലുള്ളവരെയും ആ രോഗത്തിൽ നിന്ന് മോചിപ്പിക്കുക, അല്ലെങ്കിൽ അത് വരാതെ തടയുക എന്ന ലക്ഷ്യം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അനൂസ് ഹെൽത്തി ഹേവൻ എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഇതിനെ നമുക്ക് ലോകത്തിലെ ഏറ്റവും വിചിത്രമായ രഹസ്യം എന്ന് വിളിക്കാം. ലോക പ്രശസ്തനായ ഡോക്ടർ ആൽബർട്ട് ഷൈസറോട് ഒരിക്കൽ ഒരു റിപ്പോർട്ടർ ചോദിച്ചു, ഡോക്ടർ, ഇന്നത്തെ മനുഷ്യർക്ക് സംഭവിച്ച ഏറ്റവും വലിയ പിഴവ് എന്താണ്? അദ്ദേഹം പറഞ്ഞു, മനുഷ്യർ ചിന്തിക്കുന്നില്ല. നമ്മൾ പ്രവാസികളായും നാട്ടിലും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന മലയാളികൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ സ്വന്തം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മറന്നുപോയി. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് 100 പേർ ഒരുമിച്ച് ആരോഗ്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ അതിൽ 5 പേർ മാത്രം പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുന്നതും ബാക്കി 95 പേർ മരുന്നുകളുടെ അടിമകളായി തീരുന്നതും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ രഹസ്യമാണ് ഇന്ന് ഞാൻ വെളിപ്പെടുത്തുന്നത്. എന്താണ് ആരോഗ്യത്തിലേക്ക് ഉള്ള വിജയം എന്ന് പറയുന്നത്? പലരും വിചാരിക്കുന്നത് പ്രമേഹം വന്നാൽ അത് ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകും എന്നാണ്. എന്നാൽ എൻ്റെ കാഴ്ചപ്പാടിൽ വിജയം എന്നത് മറ്റൊന്നാണ്. വിജയം എന്നാൽ താൻ ആഗ്രഹിച്ച ഉത്തമമായ ലക്ഷ്യത്തിലേക്ക് നടത്തുന്ന ക്രമാനുഗതമായ മുന്നേറ്റമാണ്. നിങ്ങൾ ഇന്ന് ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം ഡയബറ്റിക് റെമിഷൻ അഥവാ മരുന്നുകളില്ലാത്ത സാധാരണ ജീവിതം വീണ്ടെടുക്കുക എന്നതാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് ഓരോ ദിവസവും നിങ്ങൾ വയ്ക്കുന്ന ഓരോ ചുവടും വിജയമാണ്. നമ്മുടെ സമൂഹത്തിലെ 95% ആളുകളും കൺഫേമിറ്റി അഥവാ അനുകരണത്തിന്റെ പുറകെയാണ്. എല്ലാവർക്കും പ്രമേഹമുണ്ട്, എനിക്കും വന്നു, ഇനി മരുന്ന് കഴിച്ച് മരണം വരെ പോകാം എന്ന് ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നു. എന്നാൽ ബാക്കി 5% ആളുകൾ ചിന്തിക്കുന്നത് മറ്റൊന്നാണ്. അവർ സ്വന്തം ഭക്ഷണരീതിയിലും ജീവിതശൈലിയിലും മാറ്റം വരുത്താൻ തയ്യാറാകുന്നു. അവർ മറ്റുള്ളവരെ അനുകരിക്കാതെ ആരോഗ്യത്തിന്റെ വഴി തിരഞ്ഞെടുക്കും. രഹസ്യം വെളിപ്പെടുത്തുന്നു. നാം ചിന്തിക്കുന്നതെന്തോ അതുതന്നെയായി മാറുന്നു. അതാണ് ആ രഹസ്യം. നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അതുതന്നെയായി നിങ്ങളുടെ ശരീരം മാറും. നമ്മുടെ മനസ്സ് ഒരു കൃഷിഭൂമി പോലെയാണ്. നിങ്ങൾ അതിൽ എന്ത് വിത്താണോ നടുന്നത് അതവിടെ മുളയ്ക്കും. ഭൂമിക്ക് അതറിയില്ല നിങ്ങൾ നടുന്നത് നെല്ലാണോ അതോ മാരകമായ വിഷച്ചെടിയാണോ എന്ന്. നിങ്ങൾ എന്ത് നടുന്നുവോ അത് അവിടെ ഫലം തരുന്നു. അത് ഭൂമി 100 മേനിയായി തന്നെ തിരിച്ചു നൽകും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മനസ്സും. നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് ഷുഗറിന്റെ കുറയുന്നില്ലല്ലോ, എനിക്ക് ഇനിയും മരുന്ന് തന്നെ കഴിച്ച് മുന്നോട്ട് പോകേണ്ടി വരുമോ, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുമോ, എനിക്ക് മധുരം കഴിക്കാൻ തീരെ പറ്റില്ലേ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരം ആ രോഗാവസ്ഥയിൽ തന്നെ തുടരും. എന്നാൽ അനൂസ് ഹെൽത്തി ഹെവനിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ്. എൻ്റെ ശരീരം സ്വയം സുഖപ്പെടുത്താൻ ശേഷിയുള്ളതാണ്. ശരിയായ ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും എനിക്ക് എൻ്റെ പാൻക്രിയാസിനെ ഉത്തേജിപ്പിക്കാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ നിങ്ങളുടെ കോശങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങും. 30 ദിവസത്തെ ഹെൽത്തി ഹാവൻ ചാലഞ്ചിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഈ രഹസ്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ ഞാൻ നിങ്ങൾക്ക് ഒരു 30 ദിവസത്തെ പരീക്ഷണം നൽകുകയാണ്. അതിന് ചിലവൊന്നുമില്ല. പക്ഷേ അതിന് നിങ്ങൾ നൽകേണ്ടത് നിങ്ങളുടെ ചിട്ടയായ ജീവിതശൈലിയാണ്. ഒന്നാമത്തെ ഘട്ടം, ഒരു ചെറിയ കാർഡിൽ നിങ്ങളുടെ ലക്ഷ്യം എഴുതുക. ഉദാഹരണത്തിന് 30 ദിവസത്തിനുള്ളിൽ എൻ്റെ ഫാസ്റ്റിംഗ് ഷുഗർ 100-ന് താഴെ എത്തിക്കും, അല്ലെങ്കിൽ എൻ്റെ HbA1c 6-ലേക്ക് എത്തിക്കും. ഈ കാർഡ് എപ്പോഴും കൂടെ കരുതുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഇത് വായിക്കുക. ഭയത്തെ മാറ്റുക. പ്രമേഹത്തെക്കുറിച്ച് ആധികാരികമായി ചിന്തിക്കാതിരിക്കുക. ശരീരത്തിലെ പ്രമേഹത്തെക്കുറിച്ചുള്ള ഭയം ഒഴിവാക്കുക. പ്രമേഹത്തെക്കുറിച്ചുള്ള ആദി നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കും.
ഓരോ തവണ നെഗറ്റീവ് ചിന്ത വരുമ്പോഴും നിങ്ങളുടെ പഴയ ഊർജ്ജസ്വലമായ രൂപം മനസ്സിലേക്ക് കാണുക. ഘട്ടം 3. പ്രവർത്തിക്കുക. ഒരു ഡയറ്റീഷ്യൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ വെറും നിയന്ത്രണങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ശരീരത്തിനോടുള്ള ഇന്ധനമാണ്. നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് കുറച്ച് പ്രോട്ടീനും നാരുകളും വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് കാണിക്കുന്ന സ്നേഹമാണത്. ഘട്ടം 4. 10% അധികം നൽകുക. സാധാരണ ചെയ്യുന്നതിനേക്കാൾ 10% കൂടുതൽ സന്തോഷത്തോടെ നിങ്ങളുടെ ജീവിതശൈലി മാറ്റങ്ങൾ പിന്തുടരുക. ഇത് കഷ്ടപ്പാടല്ല, ഇതൊരു ആഘോഷമായി മാറ്റുക. 5. സേവനവും പ്രതിഫലവും. ലോകത്തിലെ മറ്റൊരു നിയമം ഇതാണ്: നമ്മുടെ പ്രതിഫലം നമ്മൾ നൽകുന്ന സേവനത്തിന് ആനുപാതികമായിരിക്കും. ഒരു ഡയറ്റീഷ്യൻ എന്ന നിലയിൽ എന്റെ സേവനം നിങ്ങൾക്ക് ശരിയായ അറിവ് നൽകുക എന്നതാണ്. നിങ്ങളുടെ സേവനം നിങ്ങളുടെ സ്വന്തം ശരീരത്തോടും കുടുംബത്തോടുമാണ്. നിങ്ങൾ ആരോഗ്യവാനായിരുന്നാൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തിന് താങ്ങായി നിൽക്കാൻ കഴിയൂ. പ്രമേഹം എന്നത് നിങ്ങളുടെ വിധിയല്ല, അത് നിങ്ങളുടെ തെറ്റായ ശീലങ്ങളുടെ ഫലം മാത്രമാണ്. ആ ശീലങ്ങൾ മാറ്റിയാൽ രോഗവും മാറും. നമ്മൾ വിതയ്ക്കുന്നതെന്തോ അത് തന്നെ കൊയ്യും. നല്ല ചിന്തകളും നല്ല ഭക്ഷണവും വിതയ്ക്കൂ, നല്ല ആരോഗ്യം കൊയ്യൂ. അവസാനമായി ഡോക്ടർ ഡേവിഡ് ഹെറോൾഡ് ഫിഗ് നിർദ്ദേശിച്ച 6 കാര്യങ്ങൾ ഓർക്കുക. 1. ഒരു ലക്ഷ്യം നിശ്ചയിക്കുക, റെമിഷൻ. 2. നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. 3. എന്തുകൊണ്ട് നിങ്ങൾക്ക് മാറാൻ കഴിയില്ല എന്നതിന് പകരം എന്തുകൊണ്ട് മാറ്റം സാധ്യമാണ് എന്ന് ചിന്തിച്ചുകൂടാ. 4. നിങ്ങളുടെ പഴയകാല തെറ്റായ ഭക്ഷണശീലങ്ങളെ തിരിച്ചറിയുക. 5. നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന ആ ആരോഗ്യവാനായ വ്യക്തിയുടെ ചിത്രം മനസ്സിൽ ഉറപ്പിക്കുക. 6. ആ വ്യക്തിയെപ്പോലെ ഇന്നു മുതൽ ജീവിച്ചു തുടങ്ങുക. ഈ 30 ദിവസം നിങ്ങൾ പരാജയപ്പെട്ടാൽ, അതായത് വീണ്ടും പഴയ ശീലങ്ങളിലേക്ക് പോയാൽ വിഷമിക്കേണ്ട, വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങുക. നിങ്ങൾ ഇത് തുടരുമ്പോൾ പ്രമേഹമുക്തി എന്നത് ഒരു അത്ഭുതമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. അനൂസ് ഹെൽത്തി ഹേവനിലേക്ക് സ്വാഗതം. നമുക്ക് ഒന്നിച്ച് ആ 1,00,000 പേരുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാം. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നന്ദി, നമസ്കാരം.